ഹേ ഗായ്സ്, ഞാൻ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നൊരു ഹൊറർ ഗെയിമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗെയിമാണ് കമല എന്ന് പറഞ്ഞ ഇന്ത്യൻ ഹൊറർ ഗെയിമായിട്ടാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ ഇത് കളിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ ഈ സത്യം പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് പൂർത്തിയാക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച് ഈ ഗെയിം കാണാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രതീക്ഷിക്കുക. കാരണം ഇത് പൂർത്തിയാക്കത്തൊന്നുമില്ല. ഞാൻ ആദ്യം ട്രൈ ആണ് കേട്ടോ, സത്യമായിട്ടും. പിന്നെ ഇത് കണ്ടിട്ടുണ്ട് ഞാൻ, ഈ ഇൻട്രോ ഇതൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കളിക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഓർമ്മയില്ല, അത് എങ്ങനെയായിരുന്നു പിടിയില്ല. എന്തോ ഇത്തിരി അവിടെ ഇവിടെ ഓർമ്മയുണ്ട്, പക്ഷേ എനിക്ക് അത്ര പിടിയില്ല. എന്തോ മറ്റേ പ്രേതവാദ ഏതോ പുള്ളിക്കാരത്തിയുടെ സംഭവമാണ് എനിക്ക് തോന്നുന്നത്. കമല എന്ന് പറഞ്ഞതോ പുള്ളിക്കാരത്തി ആദ്യം ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ കളിച്ചിട്ടില്ല സത്യം പറയാനും. അപ്പം ഇന്ന് കളിച്ചു നോക്കാം. അതായത് നമ്മുടെ കമൻറ്റിൽ അഭിനവ് ബ്രോ എന്ന് പറഞ്ഞ് ബ്രോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൊറർ ഗെയിം ട്രൈ ചെയ്യുമോ എന്ന് കളിച്ചു നോക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കളിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഇങ്ങനത്തെ ഹൊറർ ഗെയിം വേറെ ഏതെങ്കിലും വേണമെങ്കിൽ പറയാം കേട്ടോ, ജസ്റ്റ് എന്നെ കൊണ്ട് പറ്റാതെ ഞാൻ ട്രൈ ചെയ്യാം. അപ്പം ഞാൻ പറയലേ ട്രൈ ചെയ്യുന്നതാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. ഇത് പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല, ഉറപ്പാണ്. ഞാൻ ആദ്യം തന്നെ പിന്നെ പിടിക്കും. ഓക്കെ, ഇവിടെ ഗേറ്റ് ഉണ്ട്, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രഭാകർ നിവാസ്, ഓക്കെ. ഇതിനകത്താണ് പുള്ളിക്കാരത്തി ഉള്ളത് എനിക്ക് തോന്നുന്നു. ഇതിനകത്തത് വീടെന്തോ ഉണ്ട്, അപ്പം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് തുറക്കാൻ പറ്റും. ഓക്കെ, ഇത് ഭയങ്കര ഇരുട്ടാട്ടോ ഈസ്. എൻ്റെ പൊന്നു പള്ളി, എൻ്റെ പൊന്നോ, ഇതിനകത്ത് കയറാൻ എനിക്കയ്യോ പേടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇത് വല്ലാത്ത സീനാട്ടോ, എൻ്റെ പൊന്നോ. ഇവിടെ ഒന്നും ഇല്ലേ? ഇതെന്തൊക്കെയോ എടുക്കാൻ പറ്റുമൊക്കെ ചെയ്യാമായിരുന്നു, അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ കണ്ടിട്ടുള്ള. ഇത് എടുക്കാം. മനസ്സിലായി. കോട ഇപ്പോൾ എടുക്കാൻ പറ്റില്ല, കോട ഇപ്പോൾ എടുക്കണ്ട. അതായത് ഓക്കെ, ഇപ്പം ഇത്തിരി പിടിയിട്ട് കയറുന്നില്ല. ഇവിടെ ഓക്കെ, ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഇത് മാത്രം ഓർമ്മയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കണം. വെള്ളം എടുത്തിട്ട് ആ തീ നമ്മൾ കെടുത്തണം. അപ്പം ആ തീ വെള്ളം എടുക്കാൻ വേണ്ടി ആ ഒരു ഹാൻഡിൽ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. അല്ലേ ഇവിടെ എവിടെയോ ഒരു ഇതാണോ? ഇവിടെ കയറാൻ വഴിയില്ലല്ലോ. ഓക്കെ, കയറാൻ വഴി കിട്ടി ഗായ്സ്, യെസ്. ഇപ്പം ഈ ഹാൻഡിൽ എടുത്തിട്ട് നമ്മൾ അവിടെ കൊണ്ട് വെക്കണം. ഏത് നമ്മുടെ മറ്റേ അത് തന്നെ പൈപ്പ്. ഓക്കെ, പൈപ്പിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് ഈ പൈപ്പിൻ്റെ ഹാൻഡിലാണ്. അപ്പോൾ ഇത് എടുത്താലേ നമുക്ക് വെള്ളം കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, വെച്ചു. യെസ്. ഇപ്പോൾ മനസ്സിലായി. വേറെ ഒന്നല്ലേ, നമ്മളെ കുടം എടുത്തതിൻ്റെ അടിയിൽ കൊണ്ട് വെക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്ത് വെള്ളം പിടിക്കണം. വെള്ളം പിടിച്ച് കഴിഞ്ഞിട്ട് തീ കെടുത്തണം. ഓക്കെ, അപ്പം ഞാൻ എന്തിനാ ഇതൊക്കെ നിങ്ങളോട് പറയുന്നില്ലേ? നിങ്ങളെല്ലാം കളിച്ചിട്ടിരിക്കുന്നതായിരിക്കും ഈ ഗെയിമൊക്കെ, നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. പക്ഷേ ഞാൻ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ആദ്യമായിട്ടോ കളിക്കുന്നത്. എൻ്റെ പൊന്നോ, സത്യം പറയല്ലോ, ഇത് ഇപ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് ഈ സാധനം. എൻ്റെ അമ്മോ, കാണുന്നതല്ല. ഇത് കളിക്കുമ്പോൾ നമ്മുടെ കയ്യിലല്ലേ ഇതൊക്കെ ഇരിക്കുന്നത്, കൺട്രോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടും, എനിക്കൊന്നും ഓടാൻ പോലും അറിയാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, വെള്ളം പിടിക്കണം. വെള്ളം പിടിക്കട്ടെ. നിറഞ്ഞു, എത്രയോടെ നിറഞ്ഞു? ഓക്കെ, പെട്ടെന്ന് നിറഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം കോരി ഒഴിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒഴിക്കാം. കെട്ട് ഗൈസ്. ഒറ്റടിക്ക് കെട്ടാ. അപ്പോൾ ഇത് നമ്മൾ തുറക്കണോ? ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളെ വീടിനകത്ത് കയറിയെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. വീടിനകത്ത് കയറി. ഇതന്നെ ഇത് മറ്റേ ആഡ് പരസ്യത്തിനുള്ള പരിപാടിയാണ് ഗൈസ്. അതൊക്കെ പോട്ടെ. ഓക്കെ, എൻ്റെ പൊന്നോ, ഇത് ഓക്കെ ഇന്ത്യൻ ടൈപ്പ്. ഇന്ത്യൻ ഹൊറർ ഗെയിം ആണല്ലോ അല്ലേ? ഇന്ത്യൻ കൾച്ചറുള്ളൊരു വീട് പോലെ തോന്നുന്നത്. അപ്പോൾ ഇതിനകത്തൊന്നും എടുക്കേണ്ട എനിക്ക് തോന്നിയില്ല, കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ പൊന്നോ, ഇതൊക്കെ ഇന്ത്യൻ വൈബ് തന്നെ, ഇന്ത്യൻ വൈബ്. അടിപൊളി. ഇവിടെ കുറേ റൂമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? പിന്നെ മാത്രമല്ല, ഇവിടെ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഫൈൻഡ് കമല. നമ്മൾ അങ്ങോട്ട് പോയി അടി മേടിക്കണോ? ജനലൊന്നും തുറക്കാൻ പറ്റത്തില്ല. ഇവിടെ ഹൈഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ചില സമയത്ത് ഒരു ആശ്വാസം അത്. കമലനെ കണ്ടുപിടിച്ചോ? അടുത്ത ഒബ്ജക്റ്റീവ് നിന്ന്. എൻ്റെ പൊന്നോ, അറിയാൻ മേല ഗൈസ്, അറിയാൻ മേല. സത്യം പറഞ്ഞത് ഭയങ്കര ഇരുട്ടാട്ടോ ഗൈസ്. ഇവിടെ ഒന്നും കാണാൻ മേല. അങ്ങനെയല്ല ഈസ്, കുറച്ച് ദൂരം വരെയൊക്കെ എല്ലാം കാണാൻ പറ്റുമെങ്കിൽ അവിടുന്ന് വരുന്നേ കണ്ട ഓടാൻ സമയമുണ്ട്. പക്ഷേ ഇത് തുറന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഇതിന് ഓക്കെ റൂമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ.
ഓക്കെ, എല്ലായിടത്തും ഐഡിയ ഉള്ള സാധനം വെക്കുമായിരുന്നെങ്കിൽ. എൻ്റെ പിന്നെ ഗൈസ്, പിന്നൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ഗൈസ്, ഇത് ഉറപ്പായിട്ട് ഞാൻ പൂർത്തിയാക്കത്തൊന്നുമില്ല കേട്ടോ. അത് എവിടെ നിന്നൊക്കെ ഒച്ച കേൾക്കുന്നുണ്ട്. ആ പുള്ളിക്കാരത്തി എവിടെ ഉണ്ട്, എൻ്റെ പൊന്നു എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ ഇല്ല കൂടെ വന്നേ, അതാ ഇവിടെ കൂടെ വന്നേന്ന് തോന്നി, തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പിന്നെ അടുക്കളയിൽ. ആ ശരി എന്നാൽ കൊള്ളാം ഗൈസ്, അടുക്കളയിൽ തന്നെ പിന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയും കണ്ടതാണ്. എൻ്റെ പൊന്നു പെട്ടെന്ന് കാര്യം വന്ന ഉറപ്പായി ഞാനിവിടെ മൂത്രം കഴിഞ്ഞ്. എൻ്റെ പൊന്നെ കാണാനൊന്നുമില്ല, നോക്കാം ഗൈസ്. ഇതിനകത്ത് വല്ല ഉണ്ടോ നോക്കാം. ഇതിനകത്തൊന്നുമില്ല. എൻ്റെ പൊന്നു ഇതിനകത്തൊന്നും ഇല്ലല്ലോ. പക്ഷെ പിന്നെന്തിനാ ഈ അവിടെ വെച്ചേക്കുന്ന സാധനം? കൊള്ളാം ശരി എന്നാ. ഇതിന് അത് വേറെന്താ ഒന്നും ഇതുവരെ ഒന്നും കിട്ടില്ല. അത് കാര്യം പറയാം, ഇതൊന്നും കിട്ടില്ല. മണിയടിച്ചെന്തോ എനിക്ക് തോന്നുന്നു മണിയടിച്ച പുള്ളിക്കടുത്ത് വീഴും. ആ എനിക്ക് ഓർമ്മയുണ്ട്, മണിയടിച്ച പുള്ളിക്കടുത്ത്. അയ്യോ എന്തോ പറയുന്നുണ്ട് ശരിയാണ്. ഐഡിയ കൊണ്ട് കണ്ടുപിടിക്കില്ലായിരിക്കും അല്ലേ? അങ്ങനെ കുഴപ്പമില്ല. അതാൻ പറഞ്ഞു എല്ലായിടത്തും ഐഡിയ ഉള്ള സാധനം നോക്കുമായിരുന്നെങ്കിൽ. പക്ഷെ മണി അടിച്ച അടുത്ത് തന്നെ ഐഡിയ ഉള്ള സ്പോട്ടുണ്ട്. അതുകൊണ്ട് പുറത്തിറങ്ങി നോക്കട്ടെ. ഇങ്ങോട്ട് വരുമായിരിക്കും പുള്ളി കയറി. എനിക്കറിയാൻ പാടില്ല കാര്യം. ഈ ഫോട്ടോ കാണുന്ന പുള്ളിയാണോ? എൻ്റെ പൊന്നെ കമല പുലി കമല. എൻ്റെ ദൈവമേ, ഇതിങ്ങോട്ടെങ്ങാനും വന്ന ഓക്കെ. ഇത് ലോക്ക്ഡാന്ന് പറഞ്ഞ അതിൻ്റെ കീ അവിടെ കിട്ടാനാണ്. 100 ഡ്രോയറുണ്ട്, അതിനകത്തൊന്നുമില്ല. അതാണ് വിളിക്കുന്ന. ശരി എന്നാ ആജാന്ന്. കൊള്ളാം പുള്ളി. ഇന്ത്യൻ ഹൊറയുമായിട്ടാണ് തോന്നുന്നത്. ഹിന്ദിയിലാണ് പറയുന്നത് അല്ലേ? എൻ്റെ മോൻ ഇനക്കാലം വേദം ഗ്രാനിയായിരുന്നു കാര്യം പറയാലോ. ഇവിടെ നിന്ന് വിളിക്കാൻ സ്പോട്ടില്ല. ദൈവമേ, ഇവിടുന്ന് ഇതാണ് മെയിൻ ഡോർ. പോകാൻ പറ്റുമോ? ഇറങ്ങിപ്പോണം ഇതൊന്നും. എന്നാ ചെയ്യേണ്ടതെന്ന് തന്നെ ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ പോന്നോ ആ ബീജിയം കേട്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. എൻ്റെ മനിതാ പിന്നൊരു കാര്യം അതാണ് ഏറ്റവും. അപ്പം മണി അടിക്കുമ്പോൾ പുള്ളിക്കാരത്ത് വരുമെന്ന് ഉറപ്പായി. എങ്ങനെയാണേലും ഗൈസ് ഇതിപ്പോൾ എല്ലായിടത്തും കൊണ്ട് മണി നോക്കിയിട്ട് വെക്കുവാണോ? അത് കൊള്ളാം. എൻ്റെ മണി കണ്ട സ്വാമിയെ എന്ന് പറയാനില്ലേ. ഇപ്പോഴൊന്ന് പുറത്തിറങ്ങിയ പുറത്തുനിന്ന് നാണമാണെന്ന് തോന്നുന്നു. കൊള്ളാം, നല്ല ചോദ്യം ഗൈസ്. നാണമല്ല, പേടിയാണ്. പേടി. എൻ്റെ പൊന്നു പുറത്തിറങ്ങാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. കാര്യം പറഞ്ഞ് ഇതുവരെ കമലേനെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയല്ല, ഇതിനകത്ത് കണ്ടിട്ടില്ല. അത് പിന്നെയും ചോദിക്കുന്നു. ശരി. ഈ മണ്ടയ്ക്ക് ആട് വരുന്നുണ്ട് ഗൈസ്, അതൊന്ന് ക്ഷമിക്കണം. അത് റിമൂവ് ആക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. റിമൂവ് ആക്കാൻ പറ്റുന്നില്ല. അവിടെ എന്താ നോട്ടിരിപ്പുണ്ട്, എടുത്ത് നോക്കാം. ഇത് മറ്റേ സാധനം. ഇത് ഞാൻ ഇപ്പോൾ നോക്കുന്ന മറ്റേ ക്രിക്കറ്റ് കളിക്കാൻ പോയതിനെ പറ്റിയൊക്കെ. എൻ്റെ പൊന്നു പൊളി. ആദ്യമായിട്ടൊരു സാധനം കിട്ടിയിട്ടാ. ഇതെടുക്കുമ്പോൾ പുള്ളിക്കാരത്തി വരത്തില്ല ഇല്ലല്ലോ അല്ലേ? കൊള്ളാതെ എനിക്ക് പേടിയാണ്. ഞാൻ ഇതിനകത്ത് കയറി കുറച്ച് മീനകത്തിരുന്ന് ആലോചിക്കാം ഗൈസ്. എന്ത് ചെയ്യാം? അതാ പിന്നെ ആച്ചാ കൊള്ളാം. ശരി. ഈ പട്ടി കഥയ്ക്കുന്ന പോലെയൊക്കെയുള്ള കഥയ്ക്കുന്നതിന് എനിക്കൊന്നും ഇനി പേ പിടിച്ചാന്ന ഇതിനകത്തുനിന്ന് എടുത്തിട്ടും വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ എന്ത് ചെയ്യേണ്ട ഒരു പിടിയില്ല. കാര്യം വെള്ളൈസ് ഞാനിത് ഉറപ്പായിട്ടും ഞാനിത് ജയിക്കാൻ വേണ്ടി കയറിയതല്ല കേട്ടോ. ഒന്ന് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ ഏതായാലും കമൻറ്റിൽ ഒരാൾ പറയുകയും ചെയ്തു. പിന്നെ ഏതായാലും ഒന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തു. അപ്പം ഓക്കെ, നമുക്ക് പുറത്തിറങ്ങി നോക്കാം. ഇതെന്ത് ഉപ്പാണോ? അല്ല, എന്താ കർപ്പൂരം എന്ന സാധനമാണ്. മറ്റേ ചാത്ത. എൻ്റെ പുള്ളിക്കടത്തിൽ പല കൂടെ പോയേ. എൻ്റെ പൊന്നി ഇവിടെയാണ് ഞാൻ കയറിയിരിക്കുക. ശരി, പുള്ളിക്കാരത്തി പല കൂടെ പോയേ. എൻ്റെ ശരിക്കും പുള്ളിക്കാരത്തി തന്നെ ഒരു സാരി കൊടുത്ത് ഒരുമാതിരി. എൻ്റെ മോനെ അപ്പം ഇത് ഞാൻ പറയുന്നുണ്ട്. ഇതെന്തോ വലിയ സീനാണ്. കാര്യം പറയാൻ എന്തോ
എൻ്റെ പൊന്നെ തല്ലിൽ കൂടെ ഒക്കെ പോന്ന്. അയ്യോ അമ്മ സീനാട്ടാ. ശരിക്കും നമുക്ക് ഇവരൊക്കെ പിടിച്ച് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ചത്ത നിൽക്കുന്നു. ഇതാണോ നമ്മൾ ഇതൊക്കെ ആനികൾ തന്നെ, പക്ഷെ തീക്കകത്തൊന്നും മൃത്യു ചത്തതായി. അതും ഒരു ഹിന്ദിയിൽ. ശരി എന്നാൽ ഗൈസ് ഒന്നുകൂടെ കളിക്കാൻ ഗൈസ്. നേരത്തെ അത് കണ്ടിന്യൂ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഗൈസ് കാര്യം പറയല്ലേ, എനിക്ക് പിന്നെയും കളിക്കാൻ വയ്യ. ഏതായാലും പിന്നെ ഒന്നുകൂടെ റീസ്പോൺ ആയിട്ടുണ്ട്, അങ്ങനെ കളിച്ച് പിന്നെ ഇതിനകത്തൊന്നും കിട്ടും. എൻ്റെ പൊന്നീസ് എന്നിട്ടും അതിനകത്തൊന്നുമില്ല. ശരി അതായത് ഇതാ മറ്റേ റൂം. എൻ്റെ മോനെ അയ്യോ, എൻ്റെ റൂമിട്ട് ഇനി കേരളത്തിൽ എൻ്റെ ദൈവം അതിനകത്ത് കയറിയിട്ടൊന്നും മതിയായി. ഓ അയ്യോ. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. നോക്കിയിട്ട് അതാ ശരി നൈസ്, ഇതിനകത്തൊന്നുമില്ല. കൊള്ളാം. ഇത് പെട്ടിയാ തുറക്കാൻ പറ്റും. ഓ ഇത് മറ്റേ കോഡ്. ശരി നമുക്ക് റാൻഡായിട്ടൊരു കോഡ് അടിച്ച് ചോദിക്കാം. കൊള്ളാം നൈസ്. പിന്നെ ഒബ്ജക്റ്റീവ് പറയുന്നുണ്ട്, ശ്രദ്ധിക്കാൻ നൈസ്. എന്താണെങ്കിലും കമലേനെ നമ്മൾ പഴയതുപോലെ ആക്കണം. അത് തന്നെ 111 നൈസ്. നോക്കാം 111 അതൊന്നും കോഡ് ശരിക്കുവാണ് ഇപ്പോൾ തുറന്നേനെ. പെട്ടിക്കകത്ത് എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം പറഞ്ഞാൽ ഈ നേരത്തെ കളിച്ച കളിയിലായിരുന്നെങ്കിൽ കർപ്പൂരം പോലത്തെ സാധനങ്ങളെയും കിട്ടിയായിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട്, പക്ഷേ സെൽഫി പോലും ഒന്നുമില്ല. ഈ റൂം തുറന്നായിരുന്നേ കൊള്ളായിരുന്നു. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരുന്നില്ല. കീ കിട്ടിയിട്ടില്ല. ബെഡ്റൂം കീ ആണ് കേസ്. നമുക്ക് വേഗം പോയി. ഇവിടെ എന്തോ ഒച്ച കേൾക്കുന്നുണ്ട്, എനിക്ക് പേടിയാണ് കേസ്. എൻ്റെ പൊന്നെ കേസ്, ഇവിടെ എന്തോ അതിപ്പോൾ ഇവിടെ നിന്ന് വരുന്നത്. ഇത് എങ്ങനെയാലും പിടിച്ച് കേസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നേരത്തെ പോലെ തന്നെ തീയിലിട്ട് കബാബാക്കാനുള്ള പരിപാടി പുള്ളിക്കാരത്ത് ഗൈസ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ ഏതായാലും കളിക്കുന്നില്ല. കാരണം കമൻറ്റ് പറയുകയും ചെയ്തായിരുന്നു. പിന്നെ ഇതുവരെ ഞാൻ കളിച്ച് നോക്കിയിട്ടില്ല. അപ്പം കമൻറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ കളിച്ച് നോക്കാമെന്ന് വിചാരിച്ച് കളിച്ചാണ്. അപ്പം ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഉണ്ടെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി.